കൊച്ചി എത്തി. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. ഹായ് ഫ്രണ്ട്സ്, റൈഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട എൻ്റെ ചുരുക്കം ചില മലയാളി ഫ്രണ്ട്സ് ഒരു അഭിപ്രായം പറയുകയുണ്ടായി. കേരളത്തിൽ നിന്നും പ്രധാനമായും കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന എയർപോർട്ട് പാസഞ്ചേഴ്സിന് മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള പുതിയ വഴിയുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. മറവൂർ ബ്രിഡ്ജ് ഡാമേജ് ആയ കാരണം എയർപോർട്ടിലേക്ക് വരാനുള്ള വഴിയിൽ മിക്കവർക്കും കൺഫ്യൂഷനാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ അദാനി മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് സിറ്റിയിൽ നിന്നും ഹൈവേ വഴി ഉള്ളതിൽ ഈസി ആൻഡ് സേഫ് ആയിട്ടുള്ള റൂട്ടിനെ പറ്റിയാണ്. ഈ വഴി കംപ്ലീറ്റ്ലി സേഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഹൈവേ കഴിഞ്ഞാൽ മിക്കയിടങ്ങളിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പമ്പുവേൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. പൻവേൽ കൊച്ചി കന്യാകുമാരി ഹൈവേ ആണിത്, NH66. ഈ റോഡ് നേരെ പിറകിലോട്ട് പോയാൽ നേത്രാവതി ബ്രിഡ്ജും കടന്ന് കാസർഗോഡ്, കൊച്ചി, കന്യാകുമാരിയാണ്. മുന്നിലോട്ട് ഉടുപ്പി, ഗോവ, മഹാരാഷ്ട്ര. ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ വന്നാൽ ലെഫ്റ്റ് സൈഡ് പോകുന്നത് മാംഗ്ലൂർ സിറ്റിയിലേക്കും റൈറ്റ് സൈഡ് പോകുന്നത് BC റോഡ് ബാംഗ്ലൂർ ഭാഗത്തേക്കുമാണ്. ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ CA വീരപ്പൻ കുറിപ്പാണ് കലിതുള്ളി നിൽപ്പ. ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇവിടെ ലോക്ക്ഡൗൺ ആണെങ്കിലും ട്രാഫിക് ബ്ലോക്കിനൊന്നും ഒരു കുറവുമില്ല. രാവിലെ 9 മണി വരെ ലോക്ക്ഡൗൺ ഇളവുണ്ട്. ഉച്ചയ്ക്ക് 2 മണി വരെ അത്യാവശ്യ കടകളൊക്കെ തുറക്കും. നൈറ്റ് 7 PM ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 AM വരെ നൈറ്റ് കർഫ്യൂ ആണ്. പിന്നെ സാറ്റർഡേ സൺഡേ ഫുള്ളി ലോക്ക്ഡൗൺ. നിലവിൽ ജൂലൈ 5 വരെയാണ് ലോക്ക്ഡൗൺ ഉള്ളത്. നന്ദൂർ ജംഗ്ഷനാണിത്. നല്ല ട്രാഫിക് ജാമാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് നെക്സ്റ്റ് ജംഗ്ഷൻ വരുന്നത് KPTയിലാണ്. ഇതാണ് KPT ജംഗ്ഷൻ. നോർമലി കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. മറവൂർ ബ്രിഡ്ജ് പണിമുടക്കിയ കാരണം ഇവിടെ നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് കൂളൂർ വഴി വേണം നമുക്ക് എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ. എബൌട്ട് 15 കിലോമീറ്റർ ഉണ്ടാവും. റൈറ്റ് സൈഡ് കാണുന്നത് AJ ഹോസ്പിറ്റലാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ പോയിട്ട് വേണം AJ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനായിട്ട്. ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കേരള ബ്ലഡ് ഡൊണേഴ്സിൻ്റെ കീഴിൽ നല്ലൊരു ടീം ഈ മാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഒരു അംഗമാണ്. ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ എന്നെയോ BDK മാംഗ്ലൂർ ടീമിനെയോ ബന്ധപ്പെടാം. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാംഗ്ലൂരിലെ റോയൽ എൻഫീൽഡിൻ്റെ നിരൻ മോട്ടോഴ്സ് ഷോറൂമാണിത്. ഇവിടെ നിന്നാണ് മീറ്റിയോർ ഞാൻ ആദ്യം ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്.
VRL ലോജിസ്റ്റിക് ഓഫീസാണത്, യെല്ലോ കളർ കാണുന്നത്. ഈ ഫ്ലൈ ഓവർ വൺ വേ ആണ്. സോ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടിയാണ് നമ്മൾ പോകുന്നത്. റൈറ്റ് സൈഡ് കാണുന്ന ഈ റോഡ് കാവൂരിലേക്കുള്ളതാണ്. അതുവഴിയും നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷേ മറവൂർ ബ്രിഡ്ജ് പാസ് ചെയ്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിലെത്താൻ. സോ പാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കാരണം ആ റോഡ് ക്ലോസ്ഡ് ആണ്. കൂളൂർ ബ്രിഡ്ജാണിത്. ഇവിടുന്ന് റൈറ്റ് സൈഡാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റ് പോയാൽ സുൽത്താൻ ബത്തേരി തണ്ണീർബാവി ബീച്ചാണ്. സ്ട്രെയിറ്റ് ഉടുപ്പി ഗോവ മഹാരാഷ്ട്ര റോഡാണ്. ആ സെയിം സ്ട്രെയിറ്റ് വഴി തന്നെയാണ് കൊല്ലൂർ ശ്രീമുഖാംബിക ക്ഷേത്രത്തിലേക്കും പോകുന്നത്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിയുകയാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്ത ശേഷം ഈ റോഡ് ക്രോസ് ചെയ്ത് സ്ട്രെയിറ്റ് കാണുന്ന ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. മാംഗ്ലൂർ റിഫൈനറിയിലേക്കുള്ള വഴിയാണിത്. MRPLലേക്കുള്ള പൈപ്പ് ലൈനാണ് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റ് സൈഡ് മാംഗ്ലൂർ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കുള്ള വഴിയാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം കമ്പനികളുണ്ട്. ഈ വഴി പോയാൽ റെയിൽവേ ക്രോസ് ഇല്ലാതെ ഫ്ലൈ ഓവർ വഴി നല്ലൊരു റോഡിലൂടെ എയർപോർട്ടിലെത്താൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ ഇതുവഴി പ്രൈവറ്റ് വാഹനങ്ങളെ പോകാൻ അനുവദിക്കാറില്ല. അതുകൊണ്ട് നമ്മളിവിടുന്ന് ലെഫ്റ്റ് റോഡാണ് പോകുന്നത്. ഇതുവഴി പോയാൽ ജോക്കട്ടെ എന്ന സ്ഥലത്താണ് എത്തുന്നത്. കൊച്ചി എത്തി. വണ്ടി വിട്ട് നമ്മൾ നേരത്തെ കണ്ട സെസ്സിൻ്റെ റോഡിലേക്കുള്ള ഫ്ലൈ ഓവറാണ് ആ കാണുന്നത്. MRPL ONGCയിലേക്കും സെസ്സിലേക്കും അതിൻ്റെ ഒരു സൈഡ് ചേർന്ന് ബജ്പേയിലേക്കും പോകാനുള്ള വഴിയാണത്. ഇവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. കൊങ്കൺ റെയിൽവേയുടെ ട്രാക്കാണിത്. ഇവിടുന്ന് നേരെ പോകുന്നത് ജോക്കട്ടയിലേക്കാണ്. ലെഫ്റ്റ് സൈഡ് പോകുന്നത് ആ ഫ്ലൈ ഓവറിൻ്റെ താഴേക്കാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് പോകുന്നത് ഒരു മോസ്കിലേക്കാണ്. സോ നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡാണ്. ഈ ലെഫ്റ്റ് സൈഡ് റോഡ് ചെന്ന് കയറുന്നത് സെസ്സിൻ്റെ ഫ്ലൈ ഓവർ വഴി വരുന്ന ബജ്പേ റോഡിലേക്കാണ്. ആ റോഡ് അത്യാവശ്യം നല്ല റോഡാണ്, ബട്ട് ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ നമ്മളിവിടുന്ന് വീണ്ടും സ്ട്രെയിറ്റാണ് പോകുന്നത്. റോഡെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്.
നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് പെർക്കൊടി ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡ് പോയാൽ അദാനി മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റോഡാണ്. ലെഫ്റ്റ് സൈഡ് സ്ട്രെയിറ്റ് പോകുന്നത് ഓൾഡ് എയർപോർട്ടിലേക്കും വാജ്പേയിലേക്കുമാണ്. അങ്ങനെ സിറ്റിയിൽ നിന്നും അദാനി മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന കൂളൂർ വഴിയാണ് നമ്മൾ വന്നത്. ഇറ്റ്സ് അബൌട്ട് 15 കിലോമീറ്റർ ആണുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, കേരള ബ്ലഡ് ഡോണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സീ യു സൂൺ.